ഓരോ മണിവറ്റിന്റെ അകത്തും ഒരത്ഭുത പ്രപഞ്ചമുണ്ട്. ആ ഒരു വറ്റ് ആരുടെ കുടലിൽ പോണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? അത് പോകുന്നവരുടെ കുടലിൽ എത്തിക്കാതെ ഞാൻ ഒരു പിടി വാരി തിന്നിട്ട് ബാക്കി കൊണ്ടുപോയി മുട്ടുമ്പോ എത്രയാളുടെ ഭക്ഷണമാണ് നമ്മൾ മുട്ടിക്കുന്നത്? ബ്രഹ്മത്തിനെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നോക്കണ്ടേ. കാരണം ഭാരത തത്വശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത മനോഹരമായ ഒരു മന്ത്രമാണ് അന്നം ബ്രഹ്മ. അന്നം ബ്രഹ്മ, ഭക്ഷണമാണ് ബ്രഹ്മം. ആ ഭക്ഷണത്തെ ധൂർത്തടിക്കാമോ? ഇപ്പൊ ഭക്ഷണ മാമാങ്കങ്ങളല്ലേ, ഭക്ഷണമേളകളല്ലേ. നമ്മുടെ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ തുറന്ന കടകൾ ബേക്കറികളും ഹോട്ടലുകളുമാണല്ലേ, തട്ടുകടകളുമാണ്. കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും ഭക്ഷണം, ഹോട്ടലുകൾ. എന്തെല്ലാം കോലത്തില. നമുക്കെല്ലാം മരിക്കുന്നവരെ പല പേരുണ്ടാകാം, നമ്മളെ മരിക്കുന്നവരെ പല മതവും ജാതിയും ഉണ്ടാകാം, പല പേരിൽ നമ്മൾ അറിയപ്പെടും. പക്ഷെ മരിച്ചാൽ നമുക്ക് ഒരു പേരേ ഉള്ളൂ, ശവം, ബോഡി, അതേ ഉള്ളൂ. എന്നാൽ മരിക്കുന്നവരെ കോഴിക്കൊരു പേരേ ഉള്ളൂ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കോഴിന്റെ ഒരു ഭാഗ്യം നോക്കി എന്തെല്ലാം പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, ചിക്കൻ പെപ്പർ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചത്, എന്തെല്ലാം പേരില്ല. ചിക്കൻ തിന്നുക 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 തിന്നുക. കാരണം ആനന്ദത്തിന്റെ ഉറവിടം ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആനന്ദത്തിന്റെ ഉറവിടം സച്ചിദാനന്ദമാണെന്നറിയാതെ ദുശ്ചിതാനന്ദത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ തെരുവുകൾ ഇത്രയും കലാപകലുഷിതവും വിദ്വേഷാധിഷ്ഠിതവുമാകാൻ കാരണം. സത്ത് ചിത്ത് ആനന്ദം നഷ്ടപ്പെടുകയാണ്. സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്. നല്ല മനസ്സുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അതാ ഉത്സവം. ഇവിടെ വന്നാൽ നല്ല മനസ്സുകൾ ഒത്തുചേരണം. ഇവിടെ വന്നിട്ട് ഞാൻ വരാൻ അല്പം വൈകുന്നത് വരെ മസിലും പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ വന്ന്? നിങ്ങൾ ഇരുന്നിടത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്തും വിശേഷം ചോദിക്കണ്ടേ? അല്ലടോ ശ്രീദേവി, നിന്റെ കൊടുവള്ളി കൊണ്ടുപോയ മോളി പ്രാവശ്യം വന്നിട്ടില്ലേ? ഓക്ക് വിശേഷമൊന്നും ആയിട്ടില്ലടോ എന്നല്ല ചോദിക്കണ്ടേ? പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പൂതക്കുട്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പൂതക്കുട്ട എന്ന് പറഞ്ഞാല് വിറകിന് കത്തിക്കാനും പറ്റൂല, എന്നാ ഉരുപ്പടിയായി തീരാനും പറ്റൂല. അങ്ങനെ പൂതലായിരിക്കുന്നൊരു കുട്ടയുണ്ട്. അതുപോലെ നമ്മളെല്ലാം പൂതക്കുട്ട പോലെ നിൽക്കുക, ഒന്നും മിണ്ടാതെ. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുമ്പോ 5 മണിക്കൂർ ഇരുന്നാൽ പോലും തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഇങ്ങക്ക് എടിയാ പോണ്ടെന്ന് ചോദിക്കൂല. നിങ്ങൾ ആരാ, എന്താ പേര് ചോദിക്കൂല. നമുക്ക് അക്ഷരം തന്നെന്തിനാ? അപ്പോ കാളിദാസന്റെ ശാകുന്തളത്തിലൂടെയാണ് നമ്മൾ പോയത്. വാക്കുകളുടെ അർത്ഥം അറിയണം. അപ്പോ ഭൂർജപത്രം എഴുതാനുള്ള കടലാസ് കിട്ടി. അപ്പോ പക്ഷി കൊടുത്ത തൂവല് തൂലിക കിട്ടി. കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി. ഊർജവൃക്ഷത്തിന്റെ തൊലിയാകുന്ന ഊർജപത്രം കിട്ടി. അടുത്ത ചോദ്യം, കാട്ടാളന്റെ ചോദ്യം, എന്താ എഴുതണ്ടേന്നാ? എന്താ എഴുതണ്ടേ? ഇതാണ്: ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാൻ എന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഉണ്ടായത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇപ്പൊ പലരും ധരിച്ചിരിക്കുന്നത് അക്ഷരങ്ങൾ ഉണ്ടായത് തെറി പറയാനാ, അക്ഷരങ്ങൾ ഉണ്ടായത് പാരവെക്കാനാ, അക്ഷരങ്ങൾ ഉണ്ടായത് കുറ്റം പറയാനാ, അക്ഷരങ്ങൾ ഉണ്ടായത് വൃത്തികേട് പറയാനാ, അക്ഷരങ്ങൾ ഉണ്ടായത് പരാതി പറയാനാ. അക്ഷരങ്ങൾ ഉണ്ടായത് ഇതിനൊന്നുമല്ല, സ്നേഹം പങ്കിടാനാ. അപ്പോഴാണ് മൂകാസുരനെ കൊന്നിട്ട് അംബിക പ്രത്യക്ഷപ്പെടുന്നത്. നാദാത്മികേ, നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാലയെല്ലാം ഒരിടത്തു ഒന്നായി തുടിച്ചിടവേ
സർഗസംഗീതത്തിലെ മനോഹരമായ വരിയാണ്. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ചു. അതാണ് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവത് ആളായ നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ. ഓംകാരം നാദത്തിൽ നിന്നാ പ്രപഞ്ചം ഉണ്ടായത്. ബൈബിളിൽ ഒരു വചനമുണ്ട്, അതൊരു പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി. വചനം, സംഗീതം, അതിലാണ് ഈ ലോകം വിടർന്നത് എന്ന് പറയുന്ന ഗീതാഞ്ജലി വായിച്ചിട്ടുണ്ടോ? ആ ഗീതാഞ്ജലിയിൽ പ്രസക്തമായ ഒരു ഗീതകം ഞാൻ ഇവിടെ ചൊല്ലുക. അത് മുഴുവൻ മലയാളികളും ഇന്ത്യക്കാരും കേട്ടിരിക്കണം. ടാഗോർ എഴുതിയത് ബംഗാളി ഭാഷയിലും ഹിന്ദി ഭാഷയിലും എഴുതിയത് മലയാളത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് വിവർത്തനം ചെയ്തത്. അതിങ്ങനെയാണ്: ഹേ മഹാപ്രഭോ, അങ്ങയുടെ സംഗീതം ഞാൻ അറിയുന്നില്ല, ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട് എന്നാണ് തുടക്കം. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിഭൃതം ഞാനതു കേൾക്കൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിനീശ്വരചലനം. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസ ഗമനം. പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ, പാടാൻ സ്വരമില്ലല്ലോ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുമല്ലോ. പ്രാണനുറക്കെ കേണിയിടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തരമാകിയ വലയിൽ. അറ്റമില്ലാത്ത പാട്ട് പോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെട്ടിട്ട് കരയും. പക്ഷേ കരയുമ്പോഴും ഞാൻ ആശ്വസിക്കുന്നു. ആ പാട്ടുപോലെ ഒരിക്കലും എനിക്ക് പാടാൻ കഴിയില്ല. എങ്കിലും ആ പാട്ടിന്റെ സർഗാത്മകമായ കണ്ണിയിൽ ഞാനും ഒരു കണ്ണിയാണല്ലോ. ആ പാട്ടിന്റെ ഒരു ശ്രുതിയല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു ലയമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു താളമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു ഈണമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു വാക്കല്ലേ ഞാൻ. ആ വാക്കുകളും താളവും ശ്രുതിയും എല്ലാം ചേരുമ്പോ, എല്ലാ മനുഷ്യരും ചേരുമ്പോൾ എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാകുന്നതാണ് ഭജന. എന്റെ കഴിഞ്ഞ SLC റിസൾട്ട് വരുന്ന ദിവസം എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വലിയ അമ്പലമുണ്ട്, കൈതേരി നീലക്കരിങ്കാളി അമ്പലം. ഈ അമ്പലത്തിൽ എന്തൊരു തിരക്കാണപ്പോ. അന്ന് രാവിലെ മുഴുവൻ കുട്ടികളും A+ കിട്ടാൻ വേണ്ടി 100 തന്നെ കൊണ്ടിട്ടു. റിസൾട്ട് വരുന്ന ദിവസം രാവിലെ 100 തന്നെ ഇട്ടിട്ട് ആർത്ത പൂജാരി ഉണ്ണി നമ്പൂതിരി എന്റെ സുഹൃത്ത്, അവൻ പറയാം മിനിമം 100 അല്ല കുട്ടികൾ കിട്ടും. കാരണം 100 പോയാലും A+ കിട്ടും, പിന്നെ കിട്ടൂലല്ലോ. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി. അപ്പൊ എന്റെ മോൻ ചോദിച്ചു, അച്ഛനെ തന്നെ ചിരിച്ച്. ഞാൻ നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച്. എന്താ? ഇവന്റെ മുഴുവൻ പേപ്പർ കുറെ മാഷന്മാർ ഇരുന്ന് വാലുവേഷൻ നടത്തിയിട്ട് പേപ്പറിൽ അത് ടാബുലേഷൻ ആക്കി എഴുതി വെച്ച് അത് മുഴുവൻ 3 ആൾ ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി അതും ചെക്ക് ചെയ്ത് ഇനി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റർ ബട്ടൺ അമർത്തിയാൽ ഇത് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ആവും നെറ്റിൽ. ലോകത്തിന്റെ ഏത് കോണെന്ന് വേണമെങ്കിൽ ഇവന്റെ നമ്പർ അടിച്ചാൽ അവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതെല്ലാം റെഡിയായി വെച്ചു. ഇന്ന് രാവിലെ 100 രൂപ കൊടുത്തതിന്റെ പേരിൽ നീലക്കരികാളി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്ക് എത്തണമെങ്കിൽ വന്ദേ ഭാരത് കയറാണ്ടെത്തൂല. അവിടെ എത്തിയിട്ട് ഈ സെക്രട്ടേറിയറ്റിൽ എങ്ങനെയെങ്കിലും കടക്കാന്ന് വിചാരിക്കാം. അവിടെ എത്തിയ ഈ കമ്പ്യൂട്ടറിൽ കയറണമെങ്കിൽ അതിന്റെ പാസ്വേഡ് ആർക്കും അറിയോ? പാസ്വേഡ് നീലക്കരിങ്കാലിയോട് പറഞ്ഞു കൊടുക്കണോ? അപ്പൊ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യണം. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കറ്റ് കൊടുക്കുന്ന ആളാണ് നീലക്കരിങ്കാലി. ഇവനെ ആരാ പഠിപ്പിച്ച? പരീക്ഷയുടെ തലേ ദിവസം ദൈവമേ ഞാൻ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ, തെറ്റില്ല. പക്ഷെ റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് A+ വാങ്ങി തരുത്താണോ നീലക്കരിങ്കാളിയുടെ പണി? അത് നമ്മൾ പണിയെടുക്കണ്ടേ, നമ്മൾ പഠിക്കണ്ടേ?
പഠിക്കണം. ഇത്രയും വലിയ അനുഗ്രഹം തന്നിട്ടും നമ്മൾ ഇതൊന്നും ചെയ്യാതെ വരവിങ്ങെടുക്ക്, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവുമില്ല, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവുമില്ല. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിനുണ്ടാകുന്ന കോട്ടം മനസ്സിലായോ? ദൈവത്തിനെ കൊണ്ട് നമ്മൾ കൊട്ടേഷൻ. കൂത്തുപറമ്പും പാനൂരും പരിസരം എൻ്റെ വീട്. അവിടെ ഒരുപാട് കൊലപാതക കേസുകൾ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കൊലപാതക കേസിലുള്ള പ്രതികൾ അധികവും പേടിച്ചിട്ട് നിരന്തര ശത്രുസംഹാര പൂജയാണ്. ശത്രുസംഹാര പൂജ. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര പൂജ നടത്തിയിട്ടും ഈ ഇവനെ കൊല്ലാൻ നടക്കുന്ന മറ്റേ പ്രതി ലിസ്റ്റിൽ പെട്ടവനില്ലേ, അവരൊന്നും മരിക്കുന്നില്ലല്ലോ. അപ്പൊ ദൈവത്തിന് എന്താ പണിയേൽപ്പിച്ചത്? കൊട്ടേഷൻ. ദൈവത്തിനെ കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ്, അവരെ കൊല്ലണം. ആരാ ശത്രു? ഇതൊക്കെ പുറത്ത് ഇങ്ങനെ കുറെ വിഡ്ഢികൾ വിശ്വസിച്ച് വെച്ചിരിക്കുക. ശത്രു ആരാണ്? മമ ശത്രു വിനാശായാം സന്ധ്യാദീപം ഭജാമ്യഹം. ആരാ ശത്രു? കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങളാണ് ശത്രുക്കൾ. ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ ദൈവമല്ല, ഞാൻ തന്നെ മുൻകൈയെടുക്കണം. എന്റെ കാമം കണ്ടതല്ല എനിക്ക് വേണം. അതുകൊണ്ടാണല്ലോ 99 രൂപയുടെ മഹാമേള കാണുമ്പോ എനിക്കൊന്നും വേണ്ടതില്ല വീട്ടിൽ, എന്നാലും 99 ഉറുപ്പ്യക്ക് കിട്ടുമെങ്കിൽ, ഫ്രീ കിട്ടുമെങ്കിൽ എന്ത് കുരിപ്പിന്റെ കട്ടയും വാങ്ങി വീട്ടിൽ കൊണ്ടേക്കും അല്ലേ? വാങ്ങിക്കൊണ്ടുവരിക. മാർക്കറ്റിൽ പോകുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത് വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ല. പണ്ടെല്ലാം ടൗണിൽ പോകുന്നത് എന്റെ വീട്ടിൽ ഒരു പാത്രം വേണം, ഒരു മൺചട്ടി വേണം, ഒരു ചൂല് വേണം അല്ലെ, ഒരു ചിരട്ടക്കൈല് വേണം, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വേണം, അല്ലെ ഒരു കൊടുവാള് വേണം. ഇതൊക്കെ വേണ്ടിയിട്ടാണ് ടൗണിൽ പോവുക. ഇപ്പൊ എന്തിനാ പോവുക? എന്താ വേണ്ടെന്ന് ഒരു പിടിയില്ല. നേരെ പോവുക, മാള് കയറുക, എന്താ വേണ്ടത് നാളെ കൊണ്ടേ വെച്ച കണ്ടിട്ട് തോന്നുക എനിക്കിത് വേണം. ലോഭമാണ്, ധൂർത്തടിക്കുകയാണ്.